ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. രാവിലെ നമ്മൾ ആറ്റുകാൽ അമ്മയുടെ അടുത്തേക്ക് പോവാണ്. ഇനി പൊങ്കാലയ്ക്ക് അധികം ദിവസമില്ല, 2 ദിവസം കഴിഞ്ഞാൽ പൊങ്കാലയാണ്. അപ്പോൾ ആസ് യൂഷ്വൽ പൊങ്കാലയ്ക്ക് മുന്നേയും പൊങ്കാല കഴിഞ്ഞും ദേവിയെ പോയി കാണണം എന്നാണ്. അപ്പോൾ അമ്മയെ കണ്ട് വണങ്ങണം എന്നാണ്. അപ്പോൾ പൊങ്കാലയ്ക്ക് മുന്നേ ഉള്ള നമ്മുടെ ക്ഷേത്രത്തിലേക്കുള്ള യാത്രയാണ്. എല്ലാ പ്രാവശ്യത്തെയും പോലെ നമ്മൾ ഓട്ടോറിക്ഷയിലാണ് പോകുന്നത്. കാര്യം കാറൊന്നും ഒരിക്കലും അവിടെ പാർക്ക് ചെയ്യാൻ പറ്റില്ല, ഭയങ്കര തിരക്കായിരിക്കും. ഊഹിക്കാം അവിടെ എന്തുമാത്രം ആളുണ്ടാവുമെന്ന്. നല്ല തിരക്കാണ് അമ്മയെ കാണാനും പ്രാർത്ഥിക്കാനും. അയ്യോ, എവിടെ നിന്നെല്ലാം ആണെന്നറിയാം ആൾക്കാർ വരുന്നത്. അപ്പം നമ്മളും ആ കൂട്ടത്തിൽ പോവുകയാണ്. അപ്പോൾ ഇവിടെ റോഡിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഓട്ടോറിക്ഷ കിട്ടുന്ന സമയമാണ്, രാവിലെയാണ് സമയം. എങ്കിലും ഇപ്പോൾ 7 മണി ആയിട്ടില്ല, 6:45. ഞാൻ 6:45 ഞാൻ ഇവിടുന്ന്. അപ്പോൾ ഞാൻ അവിടെ നമ്മളെ എപ്പോഴും ഹെൽപ്പ് ചെയ്യുന്ന ശ്രീ ഹരി എന്ന് പറഞ്ഞിട്ട് ആറ്റുകാൽ ടെമ്പിൾ ട്രസ്റ്റിൻ്റെ ഭാരവാഹിയുണ്ട്, അതിൻ്റെ മെമ്പറാണ് അദ്ദേഹം. ആ സമയത്ത് അവിടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഉള്ളിലേക്കൊക്കെ പോയി പ്രാർത്ഥിക്കുക. സ്പെഷ്യൽ പെർമിഷൻ വേണം, ഉള്ളിലേക്കൊക്കെ കുറച്ചൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നടക്കാം റോഡിലേക്ക്. ഇപ്പം നമ്മളുടെ റോഡൊക്കെ വൃത്തിയാക്കി കേട്ടോ. ലാസ്റ്റ് ടൈം ആണെങ്കിൽ ഇതെല്ലാം കൊത്തി ഇളക്കി ഇട്ടിരിക്കുമായിരുന്നു. ഇപ്പോൾ ഈ ഭാഗമൊക്കെ കുറച്ചുണ്ട്, പക്ഷെ ഉള്ളിലേക്കൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ. കുറച്ച് പണി ബാക്കിയുണ്ട് ഈ ഭാഗത്തൊക്കെ. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ നേരെ പാൽപൂത്തൊക്കെ ഓപ്പണാണ്. കച്ചവടക്കാരൊന്നും വന്നിട്ടില്ല, വഴിയോര കച്ചവടക്കാർ എത്തിയിട്ടില്ല എന്ന് തോന്നുന്നു. റോഡിലേക്ക് ഇറങ്ങിയാൽ അറിയാം. അവിടെയാണേ ആറ്റുകാൽ അമ്പലത്തിൻ്റെ. ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാലയാണ്. ക്ഷേത്രവും നഗരാങ്കണവും ഭക്തി പുളകിതമായി കഴിഞ്ഞു. കുംഭത്തിലെ പൂരം നാളും പൗർണമിയും ചേരുന്ന ദിവസമാണ് പൊങ്കാല. പൊങ്കാലയുമായിട്ട് ബന്ധപ്പെട്ടത് ഇഷ്ടം പോലെ കലം, ചട്ടി, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് ഈ ഭാഗത്ത്. റോഡിൻ്റെ 2 സൈഡിലും ഇതാണ് കാഴ്ച. പൊങ്കാലയ്ക്ക് മുൻപും പിൻപും ദേവിയെ കണ്ട് പ്രാർത്ഥിക്കണം എന്നാണ് വിശ്വാസം. തിരുവനന്തപുരത്തിൻ്റെ എല്ലാ വഴികളിലും ഐക്യത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും കൂടിച്ചേരലുകളുടെയും ഉത്സവ കാഴ്ചകളാണ് ഈ പൊങ്കാല നാളുകളിലൊക്കെയും കാണാൻ സാധിക്കുന്നത്. ഭക്തിയുടെയും ആതിഥ്യ മര്യാദയുടെയും മനോഹരമായ കാഴ്ചകൾ തന്നെയാണ് ഈ ദിവസങ്ങളുടെ മുഖമുദ്ര. മെയിൻ എൻട്രൻസിൻ്റെ ഭാഗത്തേക്ക് വാഹനങ്ങൾ വിടുന്നില്ല, ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. പക്ഷേ ഭാഗ്യത്തിന് ഇതൊരു ഷോർട്ട് കട്ടാണ്. ഇതുവഴി കുറച്ച് നടന്നാൽ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലെത്താം. ഫോട്ടോ എടുക്കാം, ഫോട്ടോ എടുക്കാം. വിടുന്നില്ല വണ്ടി അതുവഴി. കാണാറുണ്ട് കേട്ടോ, ഭയങ്കര ഇഷ്ടമാണ്. സന്തോഷം. ഓക്കെ, പോയിട്ട് എൻ്റെ മോളൂരും കണ്ടാപ്പാരം ഒക്കെ ഉണ്ടാക്കണമെന്ന്. ഓ ശരി ശരി. എന്നെക്കാട്ടിലും വലിയ ചെരുപ്പിട്ടോണ്ടാണ് വന്നത്. ബോയിച്ചോട്ട് ചെരുപ്പ് എടുത്തിട്ടേക്കുന്നത്, എൻ്റെ സ്ലിപ്പർ കാണാനില്ല. ഇവിടെ വന്ന് ചെരുപ്പൊക്കെ സൂക്ഷിക്കാൻ പാടാം. അപ്പോൾ ഏതെങ്കിലും ഒരു സ്ലിപ്പർ ഇടുന്നതാണ് നല്ലത്. നോക്കി, ഡബിൾ സൈസ്. കിള്ളിയാറിൻ്റെ തീരത്തെ പ്രകൃതി രമണീയമായ കർഷക മേഖലയിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. തമിഴിലെ പഞ്ചമഹാകാവ്യങ്ങളിൽ ഒന്നായ ചിലപ്പതികാരവുമായി ബന്ധപ്പെട്ട കഥകളാണ് ആറ്റുകാൽ ക്ഷേത്രത്തിനുള്ളത്. സംഘകാല പാരമ്പര്യത്തോളം പഴക്കമുള്ളതാണ് ആറ്റുകാൽ പൊങ്കാലയുടെ ഐതിഹ്യം. ആറ്റുകാൽ പൊങ്കാല സമർപ്പണത്തിന് പല ഐതിഹ്യങ്ങളും പ്രചാരത്തിലുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമാണ് സംഘകാലത്തോളം നീളുന്ന കണ്ണകിയുടെ കഥ. മധുരയിൽ താമസിച്ചിരുന്ന ദമ്പതിമാരാണ് കോവിലനും കണ്ണകിയും. നിത്യവൃത്തിക്ക് വഴിയില്ലാതെ കോവിലൻ കണ്ണകിയുടെ നിർബന്ധപ്രകാരം കാൽച്ചിലമ്പുകൾ വിൽക്കാൻ കൊണ്ടുപോയി. മധുരയിലെ സ്വർണ്ണ വിൽപ്പനക്കാരൻ തന്റെ കള്ളം മറച്ചു വെക്കാനായി രാജ്ഞിയുടെ ചിലമ്പ് മോഷ്ടിച്ചതായി ചിത്രീകരിച്ച്
കോവിലനെ രാജാവിന്റെ മുന്നിൽ എത്തിക്കുന്നു. പാണ്ഡ്യരാജാവ് കോവിലനെ മോഷണക്കുറ്റം ചുമത്തി വധിക്കുന്നു. ഭർത്താവിന്റെ മരണവാർത്ത അറിഞ്ഞ കണ്ണകി സംഹാരരുദ്രയായി. കണ്ണകിയുടെ കോപാഗ്നിയിൽ പാണ്ഡ്യരാജധാനിയായിരുന്ന മധുര നഗരം വെന്ത് ചാമ്പലായി. പിന്നീട് വൈഗയാറ് കടന്ന് കണ്ണകി കേരളത്തിലേക്ക് വന്നു എന്നാണ് വിശ്വാസം. കേരളത്തിലേക്ക് വന്ന കണ്ണകി ആദ്യം ആറ്റുകാലിലും പിന്നീട് കൊടുങ്ങല്ലൂരിലും ദേവീരൂപം പ്രാപിച്ചു എന്നാണ് വിശ്വാസം. പതിവ്രതയായ ഒരു സ്ത്രീയുടെ ശക്തി ആഘോഷിച്ച് ദേവിയെ സ്ത്രീജനങ്ങൾ സന്തോഷപൂർവ്വം പൊങ്കാലയിട്ട് സ്വീകരിച്ചു എന്നുള്ളതാണ് ഈ പൊങ്കാല മഹോത്സവത്തിന്റെ പിന്നിലെ വിശ്വാസം. മെയിൻ എൻട്രൻസിന് അവിടെ ഞാൻ കയറുകയാണ്. ഞാൻ നടന്ന് ഈ ഭാഗത്തേക്ക് വന്നു. അവിടെ ശരിക്കും പറഞ്ഞാൽ പ്രോഗ്രാംസ് എല്ലാം നടക്കുന്ന വലിയൊരു സ്റ്റേജ് അവിടെ കെട്ടിയിരിക്കുന്നത്. ഇപ്പോൾ രാവിലെ തന്നെ കച്ചേരി നടക്കുകയാണ്. ഈ നടപ്പന്തലിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഈ രണ്ട് സൈഡിലും സ്റ്റോൾസാണ് ഇഷ്ടംപോലെ. ഇതിപ്പോൾ സജീവമായിട്ടില്ല, ആയി വരുന്നേ ഉള്ളൂ. ഇനി നാരങ്ങ വിളക്കിന് ചീട്ട് എഴുതിയിട്ട് നാരങ്ങ വിളക്ക് ദേവിക്ക് സമർപ്പിക്കും. ആറ്റുകാലിലെ മുല്ലുവീട്ട് കാരണവർക്കുണ്ടായ ഒരു സ്വപ്നമാണ് ക്ഷേത്രോൽപത്തിക്ക് പിന്നിലെന്നാണ് പറയുന്നത്. സന്ധ്യാവന്ദനത്തിനായി കിള്ളിയാറിലേക്ക് പോയ കാരണവർ മറുകരയിൽ പട്ടുപാവാട അണിഞ്ഞ് ഒരു ബാലിക കരഞ്ഞുകൊണ്ട് നിൽക്കുന്നത് കണ്ടുവെന്നും നീന്തി മറുകരയിലെത്തിയ അദ്ദേഹം കുട്ടിയെയും കൂട്ടി വീട്ടിലെത്തിയെന്നും പറയുന്നു. കുട്ടിയെയും കൂട്ടി വീട്ടിലെത്തിയ അദ്ദേഹം സന്ധ്യാവന്ദനം കഴിഞ്ഞ് മടങ്ങിയെത്തുമ്പോൾ അദ്ദേഹത്തിന് ആ കുട്ടിയെ കാണാൻ കഴിഞ്ഞില്ല എന്നും പകരം ആ കുട്ടി ദേവീ സാരൂപ്യം പ്രാപിക്കുന്നതായ സ്വപ്നം രാത്രിയിൽ കണ്ടുവത്രേ. സമീപത്തെ കുറ്റിക്കാട്ടിൽ പവിഴമല്ലിയുടെ ചുവട്ടിൽ ദേവിയെ പ്രതിഷ്ഠിക്കണമെന്ന സൂചനയും സ്വപ്നത്തിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അതാണ് ആറ്റുകാൽ ക്ഷേത്രമായി പരിണമിച്ചത്. ആദ്യം തറവാടിന്റെ തെക്കതായിരുന്ന സ്ഥലം പിൽക്കാലത്ത് മഹാക്ഷേത്രമായി വികസിച്ചു. ദേവി ഭഗവതി കരുണാമയി പൊങ്കാലയർപ്പിക്കാൻ എത്തിടുമെന്നെ നീ തുണച്ചിടണേ അംബികേ ദേവി തുണച്ചിടണേ അംബികേ. ആറ്റുകാലമ്മേ ദേവി ഭഗവതി കരുണാമയി നീ പുള്ളിയാണ് സഹായം ഇത് കംപ്ലീറ്റ് ട്രസ്റ്റി ശ്രീഹരി. ഇത് നമ്മുടെ ഒരു എല്ലാ വർഷത്തെയും ചടങ്ങാണ് ഇപ്പോൾ അല്ലേ. കറക്റ്റായിട്ട് പച്ചപ്പന്തലിൽ ദേവിയെ കുടിയിരുത്തിയിരിക്കുന്ന ആ ഭാഗത്തേക്കാണ് ഞാൻ നടക്കുന്നത്. അതായത് തിരുനടയുടെ തൊട്ട് ഫ്രണ്ടിൽ അവിടെ മധുവാശാനെ കാണാം. എല്ലാ വർഷവും മധുവാശാനെയും കണ്ടിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം ഒന്നുകൂടി. കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ടും കൂടിയാണ്. അങ്ങനെ ആറ്റുകാലമ്മയുടെ സന്നിധിയിൽ വന്ന് നിൽക്കുവാണ്. ഭക്തജനങ്ങളെ കൊണ്ട് ഇവിടെ നിറഞ്ഞിരിക്കുന്നു. തിരക്കായി വരുന്നതേ ഉള്ളൂ. പക്ഷേ കുറച്ചുകൂടി കഴിയുമ്പോൾ ഞാൻ രാവിലെ സമയത്ത് എത്തിയിരിക്കുന്നു. ദേവിയെ കാപ്പ് കെട്ടി കുടിയിരുത്തിയിരിക്കുന്ന ഓലപ്പന്തലിൻ്റെ അടുത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇപ്പോൾ 10 ദിവസമാണ് ദേവി അവിടെ ഉണ്ടാവുക. ഇളങ്കോവടികളുടെ ചിലപ്പതികാരത്തിലെ കണ്ണകി ചരിത്രമാണ് തോറ്റമായി പാടുന്നത്. തലമുറകളായി കൈമാറി വന്ന പാട്ടും കഥകളും ആറ്റുകാൽ ഉത്സവത്തിന് കൂടുതൽ ചൈതന്യം പകരുന്നു. കുത്തിയോട്ടം, താലപ്പൊലി മുതലായ എല്ലാ വഴിപാടുകൾക്കും പിന്നിലും ഓരോ കഥകളുണ്ട്. ആയിരത്തി 897 ശ്രീമൂലം തിരുനാൾ മഹാരാജാവിന്റെ ഭരണകാലത്ത് ചെറുകര വലിയ വീട് അംഗമായ ജസ്റ്റിസ് ശ്രീ ഗോവിന്ദപിള്ളയുടെ നേതൃത്വത്തിൽ കേരളീയ ശൈലിയിൽ ക്ഷേത്രം പുതുക്കി പണിതു. വരിക്കപ്ലാവിന്റെ കാതലിൽ ചതുർബാഹുവായ ദേവീ വിഗ്രഹം പുതുക്കി നിർമ്മിച്ചു.
സ്വർണം പൂശിയ ദേവീ വിഗ്രഹമാണ് ഇപ്പോഴും ഭക്തർക്ക് ദർശനം നൽകുന്നത്. തമിഴ് ശൈലിയിലുള്ള ക്ഷേത്രഗോപുരവും പ്രദക്ഷിണ വഴിയും ചേർന്ന നിർമ്മാണത്തിന് 1966 അഭേദാനന്ദ സ്വാമിയാണ് തറക്കല്ലിട്ടത്. ആറ്റുകാലമ്മ ആദ്യമെത്തിയ മുല്ലുവീടിന്റെ പൂമുഖം ഇപ്പോഴും ക്ഷേത്രത്തിന്റെ സമീപത്തെ ദേവീവിലാസം NSS കരയോഗം ഹാളിൽ സൂക്ഷിക്കുന്നുണ്ട്. ഈ സൈഡിലാണ് കുത്തിയോട്ട കുട്ടികളെയൊക്കെ താമസിപ്പിച്ചിരിക്കുന്നത്. ഈ ബിൽഡിങ്ങിലാണ് കേർട്ടൻ കൊണ്ട് മറച്ചിട്ടുണ്ട്. ദേവി ഭഗവതി കരുണാമയി പൊങ്കാലയർപ്പിക്കാൻ എത്തിടുമെന്നെ നീ തുണച്ചിടണേ അംബികേ ദേവി. ആറ്റുകാലമ്മയുടെ ശിവേലി സമയമാണ്. വിഗ്രഹം അകമ്പടിയോടുകൂടി 3 വലതിങ്ങനെ കൊണ്ടുപോകും. ഭക്തി സാന്ദ്രമായ ഈ അന്തരീക്ഷത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഞാൻ വളരെയധികം കൃതാർത്ഥയാണ്. ലളിതാ സഹസ്രനാമം ഉരുവിടുമെന്നെ നീ കാത്തരുളി. കുത്തിയോട്ട വ്രതത്തിനായിട്ട് ഇവിടെയുള്ള കുട്ടികൾ 12 വയസ്സ് വരെയുള്ള കുട്ടികളാണ്. 584 കുട്ടികളുണ്ടെന്നാണ് പറഞ്ഞത് ഇപ്രാവശ്യം. അവർ ഇവിടെ ഇപ്പോൾ കേർട്ടൺ വെച്ച് നേരത്തെയൊക്കെയാണെങ്കിൽ കുറച്ച് കാണാൻ പറ്റുമായിരുന്നു. കാര്യം അവരുടെ അച്ഛനമ്മമാരൊക്കെ വരുമ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് പിന്നെ കുട്ടികളെ കാണുമ്പോഴും ഒക്കെ ഒരു എന്താ പറയുക ഇമോഷണലാകും. അതുകൊണ്ടാണ്. പക്ഷേ നല്ല വ്രതത്തോടു കൂടി തന്നെയാണ് കുത്തിയോട്ട വ്രതം എന്ന് പറഞ്ഞാൽ അത് അത്രയും വളരെ ചിട്ടയോടു കൂടിയാണ് ചെയ്യുന്നത്. കുത്തിയോട്ട കുട്ടികൾക്കുള്ള ഭക്ഷണം പാചകം ചെയ്യുന്ന സ്ഥലമാണിത്. ഇത് കേട്ടനൊക്കെ ഇട്ടിട്ട് മറച്ചിട്ടുണ്ട്. അവിടെയാണ് അവർക്കുള്ള കുത്തിയോട്ട കമ്മിറ്റി ഓഫീസും കുട്ടികളുടെ ഭക്ഷണ അതിനുള്ള ഉണ്ടാക്കുന്ന സ്ഥലം. അകത്ത് കയറി തൊഴുത് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആറ്റുകാലമ്മേ ദേവി ഭഗവതി കരുണ. ഇഷ്ടവരദായിനിയായ ആറ്റുകാലമ്മയുടെ അനുഗ്രഹം തേടി ഭക്തജനങ്ങൾ ലക്ഷോപലക്ഷമാണ് ഈ ദിവസങ്ങളിൽ ഇവിടെ എത്തുന്നത്. പൊങ്കാലയ്ക്കായിട്ട് വിദൂര ദേശങ്ങളിൽ നിന്ന് പോലും ഭക്തർ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. ആറ്റുകാലമ്മ അമൃത സ്വരൂപിണിയാണെന്നാണ് കാലം തെളിയിച്ചു കൊണ്ടേയിരിക്കുന്നത്. അവിടെ മന്ത്രവും തന്ത്രവും ആവശ്യമില്ല. മനസ്സുരുകിയുള്ള പ്രാർത്ഥന മാത്രം മതി. അതിൽ ആറ്റുകാലമ്മ കനിയുമെന്നുള്ള വിശ്വാസമാണ് ഭക്തരിൽ നിറഞ്ഞു നിൽക്കുന്നത്. ആറ്റുകാലമ്മേ ദേവി ഭഗവതി കരുണാമയി പൊങ്കാലയ. അത് ഗണപതി ഭഗവാൻ, പിന്നെ നാഗരാജാരൻ. അംബികേ ദേവി തുണച്ചിടണേ അംബികേ. ആറ്റുകാലമ്മേ ദേവി ഭഗവതി. തലനാളെ ലക്ഷ്മിയെ പരിപാടിക്കുന്ന നഗരാനാളെ ദോഷൊഴിയണമെന്നുള്ള ശരീരനെ ദീർഘായം വെറുതെ ഉണ്ടാകണം പാടിപ്പിക്കുമ്പോൾ താമസിക്കുന്ന ഭാഗം അവരെ താമസിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അവരുടെ പാരൻസ് ഒക്കെ വെളിയിൽ വന്ന് കുറച്ച് ദൂരെ നിന്ന് കാണാനേ പറ്റുള്ളൂ. വന്ന് കാണാം എല്ലാ ദിവസവും.
അതേസമയം അവരെ തൊടാൻ പാടില്ല ഒന്നുമില്ല. അവർ ദൈവത്തിന് സമാനമായിട്ട് അത്രയും പവിത്രമായിട്ടാണ് അവരെ ദേവിക്കൊപ്പം അവരെ സൂക്ഷിക്കുവാണ്. അപ്പോൾ ദേവിയുടെ ഭടന്മാരായിട്ടാണ് സങ്കല്പം. അവരെ അപ്പോൾ അത്രയും ചിട്ടയോടുകൂടി വ്രതാനുഷ്ഠാനങ്ങളോടുകൂടിയാണ് 7 ദിവസത്തെ വ്രതത്തോടുകൂടി ഇവിടെ സ്റ്റേ ആണ് കേട്ടോ. അവരിവിടെ താമസിച്ചാണ് ഈ കുത്തിയോട്ട വ്രതം എടുക്കുന്നത്. അപ്പോൾ ഈ നിൽക്കുന്നതൊക്കെ കുട്ടികളുടെ പാരൻസാണ്. ഇടയ്ക്ക് ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി, തൊടാനൊന്നും പറ്റില്ല. അപ്പോൾ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുമ്പോൾ നമുക്ക് കാണാം. ആറ്റുകാലമ്മേ ദേവി ഭഗവതി കരുണാമയി നീയേ. അപ്പോൾ ആറ്റുകാലമ്മയെ കണ്ട് പ്രാർത്ഥിച്ച് മടങ്ങി ഞാൻ പുറത്തിറങ്ങി. അപ്പോൾ മധുവാശാൻ നമ്മൾ വന്ന സമയത്ത് തോറ്റമ്പാട്ട് തുടങ്ങിക്കഴിഞ്ഞിരുന്നു. അപ്പോൾ ഇനിയൊന്ന് സംസാരിക്കാം. നമസ്കാരം. കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു, നമ്മൾ ഈ വർഷം വന്നിരിക്കുകയാണ് വീണ്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് സംസാരിക്കാം. തോറ്റമ്പാട്ട് ഇപ്പോൾ തൽക്കാലത്തേക്ക് ഇപ്പോൾ കുറച്ച് നേരം രാവിലെ എത്ര മണി തൊട്ട്? 7 മണിക്ക്. ഇനി എപ്പോഴാണ് അടുത്ത ഉടനെ? അപ്പോൾ തോറ്റമ്പാട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പാടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇദ്ദേഹം 7 o'clock തുടങ്ങി. അപ്പോൾ ഇപ്പോൾ കുറച്ചൊന്ന് സംസാരിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് അല്ലേ? കുറച്ചൊരു ഗ്യാപ്പുണ്ട്. ഓക്കെ, ആ സമയം കൊണ്ട് നമുക്ക് കാര്യങ്ങളൊക്കെ ചോദിക്കാം. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു തന്നു, എങ്കിലും ഒരിക്കൽ കൂടി ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ട് ഈ ഒരു ചടങ്ങിനെക്കുറിച്ചും ആചാരം. മധുവാശാൻ്റെ കുടുംബത്തിലാണല്ലോ ഈ തോറ്റമ്പാട്ടിൻ്റെ അവകാശികൾ. ദേവിയുടെ പ്രധാനപ്പെട്ട ചടങ്ങാണ് തോറ്റമ്പാട്ട്. നമ്മൾ 1-ാം ദിവസം ദേവി നമ്മൾ കൊടുങ്ങല്ലൂർ പാടി ആവാഹിച്ച് ശ്രീകോവിലിനൊക്കെ ഉടവാളി കാപ്പിയിട്ട് കുടിയിരുത്തി ഉത്സവം ആരംഭിക്കും. 3-ാം ദിവസം ദേവിയുടെ തൃക്കല്യാണമുണ്ട്. അത് മാലപ്പുറം പാട്ടെന്ന് പറയും. അത് 3-ൻ്റെ അന്ന് വെളുപ്പിലെ 3 മണിക്കാണ് മാലപ്പുറം ചടങ്ങ് നടക്കുന്നത്. മാലപ്പുറം പാട്ട് കഴിഞ്ഞിട്ട് തിരിച്ച് ദേവിയുടെ ഭർത്താവ് ചിലമ്പ് വിൽക്കാൻ വേണ്ടി പാണ്ഡ്യനാട്ടിൽ പോകും. പാണ്ഡ്യനാട്ടിൽ പോകുമ്പോൾ 6 രാത്രി, അതായത് ഇന്ന് രാത്രി ദേവിയുടെ ഭർത്താവിനെ 1 മണിക്ക് കൊന്ന് ദേവി ഭർത്താവിനെ അന്വേഷിച്ച് പോയി. രാവിലെ 7 മണിക്ക് ദേവിയുടെ ഭർത്താവിനെ തോറ്റി പുണ്യം കഴിഞ്ഞ് 7:30 മണിക്കാണ് ക്ഷേത്രം തുറക്കുന്നത്. ദുഃഖസൂചമായിട്ട് 7:00 തുറക്കുള്ളൂ. അപ്പോൾ ദേവിയുടെ ഭർത്താവിനെ കൊന്നതിന് പ്രതികാരം ദേവി പാണ്ഡ്യനാട്ടിൽ പോയി തട്ടാന്മാരെയും വധിച്ചു. പാണ്ഡ്യരാജാവിനെ 9-ൻ്റെ അന്ന് പാണ്ഡ്യരാജനെ വധിച്ചുകൊണ്ട് പണ്ടാരെ വൃത്തിയെത്തി. അത് ഭക്തജനങ്ങൾ വളരെ സന്തോഷം ആഘോഷിക്കും എന്നാണ് അതിൻ്റെ ചടങ്ങ്. 10-ൻ്റെ അന്ന് നമ്മൾ ദേവിയെ ഇതുപോലെ പാടി ഉടവാളിൽ നിന്ന് കാപ്പഴിച്ച് കുടിയിളകി കൊടുങ്ങല്ലൂർ അമ്മയെ സങ്കല്പിച്ചത്. അപ്പോൾ ഈ ക്ഷേത്രത്തിൽ എൻ്റെ അച്ഛൻ്റെ അച്ഛൻ കൊച്ചനാശാൻ മുതൽ ഗോവിന്ദനാശൻ പാടിക്കുന്നുണ്ട്. അപ്പോൾ അച്ഛൻ്റെ മരണശേഷം ക്ഷേത്ര ട്രസ്റ്റ് ആ പാരമ്പര്യവും ആ ദേവിയുടെ ആ ചടങ്ങും നിലനിർത്തി പോകാൻ വേണ്ടി ട്രസ്റ്റ് ഉത്തരവാദിത്തം ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് തുടങ്ങുന്ന 40 ദിവസം വ്രതം എടുത്താണ് കോലിക്കാർ. 40 ദിവസത്തെ വ്രതം എടുക്കും. 41 ദിവസം വ്രതം എടുത്തിട്ടാണ് തുടങ്ങുന്നത്. ക്ഷേത്രത്തിൻ്റെ ഉത്സവം തുടങ്ങുന്നതിന് 41 days മുന്നേ തന്നെ ആശാനെല്ലാം വ്രതം എടുത്ത് തുടങ്ങും. തിരിച്ചു വന്ന് പെര കെട്ടിയാണ് നമ്മൾ ഓലപ്പെര കെട്ടി. അപ്പോൾ എൻ്റെ അച്ഛൻ പാടിയിട്ടുള്ളത് ആറ്റൽ ദേവീക്ഷേത്രം ഒന്ന്, കുഞ്ചോള ദേവീക്ഷേത്രം, മുക്കോലയ്ക്കൽ, പഴഞ്ചിറ, ഈ 4 ക്ഷേത്രം കുടുംബപരമായിട്ട് പാടുന്നുണ്ട്. തോറ്റമ്പാട്ട് പാടുന്ന ഫാമിലിയാണ്. അത് ആ പാരമ്പര്യം തുടരുന്നു. ആശാന്റെ മക്കളാരെങ്കിലും ഈ മക്കൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, ഇതിന്റെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കാനായിട്ട് അടുത്ത തലമുറ. ഞാനൊക്കെ കേട്ട് പഠിക്കാനല്ലേ പറ്റും. അതെ, ഇല്ല എഴുതി പഠിക്കാൻ പറ്റില്ല. കേട്ട് ശീലമാകും. പഠിച്ചു ദേവിയുടെ അനുഗ്രഹം പഠിപ്പിച്ച ഗുരു എന്ന് പറയുന്നത് നമ്മളെ ഗുരുവിൻ്റെ ഒരു അനുഗ്രഹം മാത്രമേ പഠിച്ചേ പറ്റുള്ളൂ. അപ്പോൾ ദേവിയുടെയും പൂർവികരായ ഗുരുവിൻ്റെ, അതായത് അച്ഛൻ അപ്പൂപ്പന്മാരുടെ എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടെങ്കിലേ ഈ ഒരു പാരമ്പര്യം നിലനിർത്തിക്കൊണ്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ആശാൻ അത് കണ്ടിന്യൂ ചെയ്യുന്നു. ആശാൻ്റെ പിൻതലമുറക്കാരും ഇതിനോടൊപ്പം ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. അപ്പോൾ സന്തോഷം, നടക്കട്ടെ. അപ്പോൾ അദ്ദേഹം തോറ്റമ്പാട്ട് കണ്ടിന്യൂ ചെയ്യാണ്. അപ്പോൾ ഇടയ്ക്കൊരു ബ്രേക്കിലാണ് ഞാൻ സംസാരിച്ചത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ നിരന്തരമായിട്ട് ആൾക്കാർ ഇതേ നോക്കി ഇങ്ങനെ കണ്ടിന്യൂസ് ഫ്ലോ ആണിത്. നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത അത്രയും തിരക്കാണ് ആറ്റുകാലമ്മയെ കാണാൻ, ഒന്ന് കണ്ട് വണങ്ങാൻ. കണ്ണ് നിറഞ്ഞു പോകും സത്യം പറഞ്ഞാൽ. ദേവിയെ കണ്ട് പ്രാർത്ഥിച്ച് ഇങ്ങനെ ഇറങ്ങുമ്പോൾ എനിക്ക് ഒരു പ്രത്യേക ഫീലാണത്, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കുംഭച്ചൂടാണെങ്കിലും ഇവിടുത്തെ ചൂടൊന്നും തന്നെ ഈ ഭക്തിക്ക് മുന്നിൽ ഒന്നുമല്ല. ഭക്തജനങ്ങൾക്ക് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് അമ്മയെ വണങ്ങി കഴിയുമ്പോൾ കിട്ടുന്ന ആനന്ദം എന്ന് പറയുമ്പോൾ അത് വാക്കുകൾ കൊണ്ട് നമുക്ക് പറയാൻ സാധിക്കില്ല. തൊഴുകയോടെ എല്ലാം മറന്നിട്ട് മനസ്സിൽ ആറ്റുകാലമ്മയെ മാത്രം നനച്ചുകൊണ്ടാണ് കണ്ണീരോടെ ഇവിടെ വരുന്ന ഭക്തജനങ്ങൾ പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ ഭക്തി സാന്ദ്രമായ അന്തരീക്ഷത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്.
ഇവിടെ ഭക്തി തന്നെയാണ് ഏറ്റവും പരമപ്രധാനം. അമ്മയോടുള്ള സ്നേഹവും അമ്മയ്ക്ക് ഭക്തജനങ്ങളോടുള്ള വാത്സല്യവും എല്ലാം നമുക്കിവിടെ വരുമ്പോൾ ആ ഒരു ഫീലാണ്. സത്യം പറഞ്ഞാൽ അത് വാക്കുകൾ കൊണ്ട് പറഞ്ഞാൽ അത് എത്രത്തോളം പറയാൻ പറ്റുമെന്നറിയില്ല. അപ്പോൾ ഇതൊക്കെ ഒരു വലിയ മഹാഭാഗ്യമാണ്, ഇവിടെ വരാനും അമ്മയെ കാണാനും. അപ്പോൾ ആറ്റുകാൽ അമ്മയുടെ സന്നിധിയിൽ വന്ന് ഈ ഒരു പൊങ്കാല സമയത്തൊക്കെ നിൽക്കുമ്പോൾ അതൊരു പ്രത്യേക ലോകം, ആ ഒരു രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ ഞാനിനി പ്രാർത്ഥിച്ചു, നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അകത്ത് പോയി, ശ്രീകോവിലിനകത്ത് പോയി ദീപാരാധന സമയത്ത് തന്നെ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റി. അപ്പോൾ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ച് പ്രസാദം കിട്ടും, പായസമൊക്കെ തരാമെന്ന് പറഞ്ഞു. അതും കൂടി മേടിച്ചിട്ട് വീട്ടിലേക്ക് പോകണം. അപ്പോൾ ഇനി വേറൊന്നും പറയാനില്ല. അമ്മേ ശരണം, ദേവീ ശരണം, അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഇനി പൊങ്കാല ദിവസമാണ്, 2 ദിവസം കഴിഞ്ഞാലുണ്ട് ആ വിശേഷങ്ങളും അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ്, അത്തരം കാര്യങ്ങൾ. ഇനി തിരിച്ച് വീട്ടിലേക്ക്. എനിക്ക് ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാനും അതിൻ്റെ ഉള്ളിലുള്ള ആറ്റുകാലമ്മയെ കാണാനും ഉപദൈവങ്ങളായ ശിവഭഗവാനും ഗണപതി ഭഗവാനെയും നാഗരാജാവിനെയും എല്ലാം കാണാനും പ്രാർത്ഥിക്കാനുമുള്ള അവസരവും കുറച്ചൊക്കെ ചിത്രീകരിച്ച് നിങ്ങളിലേക്ക് എത്തിക്കാനും സാധിച്ചത് ദേവീ കടാക്ഷം കൊണ്ട് മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മുജ്ജന്മ പുണ്യമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. അമ്മേ നാരായണ, ദേവി നാരായണ, പ്രാർത്ഥന മാത്രം. ലളിതാ സഹസ്രനാമം ഉരുവിടുമെന്നെ നീ കാത്തരുളിടണേ, എൻ മനതാരിൽ വാണരുളിയിടും നീ നൽവഴിയേ അമ്മേ, നൽവഴിയേ. ക്ഷേത്രത്തിൽ നിന്നും തിരിച്ചെത്തി. എനിക്കൊരു പ്രസാദ കിറ്റ് കിട്ടിയിട്ടുണ്ട്. നോക്കട്ടെ എന്തൊക്കെയാണെന്ന് കാണിച്ചു. ഇത് പട്ട് ദേവിക്ക് ചാർത്തിയ പാവാടയാട്ടോ, പൂജാമുറിയിൽ വയ്ക്കാം. ഉണ്ണിയപ്പം, യെസ്, ഇത്രയാണ് ആ കിറ്റിൽ വരുന്നത്. ഓക്കെ, അങ്ങനെ നല്ലൊരു ദിവസം. രാവിലെ തന്നെ എഴുന്നേറ്റ് പോയി ആറ്റുകാലമ്മയെ കണ്ട് പ്രാർത്ഥിച്ച്, എൻ്റെ ദൈവമേ, എല്ലാം കൊണ്ടും നമുക്കൊരു സന്തോഷമുള്ള ദിവസം. ഇനിയുള്ള ദിവസങ്ങൾ, ഇനി ആറ്റുകാൽ പൊങ്കാലയുടെ ദിവസങ്ങളാണ്. 1-2 ദിവസം കൊണ്ട് ഇവിടെ എന്താ പറയേണ്ടത്, എല്ലാ തയ്യാറെടുപ്പുകളും കഴിയണം. അപ്പോൾ ഇതെല്ലാം വീട് ക്ലീനിങ്, കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ വിശേഷങ്ങളും ഒക്കെ ഇവിടുത്തെ പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ടുള്ള റോഡിൽ പോയിട്ട് കലമൊക്കെ വാങ്ങുന്ന ഷോപ്പിങ്ങും എല്ലാ കാര്യങ്ങളുമായിട്ട് നമ്മുടെ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി വ്ളോഗ്സ്. Love you all.